മലയാളം മീഡിയ ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആരാധകരേറെ കാത്തിരിക്കുന്ന സൂര്യയുടെ കങ്കുവ ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. പുലർച്ചെ 4 മണി മുതൽ തുടങ്ങിയ ഷോയ്ക്ക് ആരാധകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യ നായകനായി എത്തിയ കങ്കുവ ഒരു പീരിയഡ് ആക്ഷൻ ഡ്രാമയാണ്. എന്നാൽ പൂർണ്ണമായും പീരിയഡായല്ല കഥ പറയുന്നതെന്ന് മാത്രം. പുതിയ കാലത്തേക്ക് ഒരു സാങ്കല്പിക ലോകത്തിലെ കഥയെ സംയോജിപ്പിച്ചാണ് കങ്കുവ നീങ്ങുന്നത്. ഹൈ ഓക്ടേൻ ആക്ഷൻ സീനുകളാണ് കങ്കുവയുടെ പ്രധാന പ്രത്യേകതയെന്ന് ആദ്യമേ പറഞ്ഞു പോകേണ്ടതുണ്ട്. ഫ്രാൻസിസ് എന്ന ഗോവയിലെ പോലീസിന്റെ സഹായിയായ ബൗണ്ടി ഹണ്ടറിൽ നിന്നാണ് ഒരു കഥ ആരംഭിക്കുന്നത്. അയാളും മുൻകാമുകി ഏഞ്ചലീനയും തമ്മിൽ കുറ്റവാളികളെ പിടികൂടി പോലീസിന് കൈമാറി ബൗണ്ടി കൈപ്പറ്റുന്നവരാണ്. ഇതിൽ ഇരുവർക്കുമിടയിൽ ഒരു മത്സരവുമുണ്ട്. അത്തരമൊരു ബൗണ്ടി ഹണ്ടിനിടെ ഒരു ആൺകുട്ടി ഫ്രാൻസിസിന്റെ അടുത്ത് എത്തുന്നു. ഈ കുട്ടിയും ഫ്രാൻസിസും തമ്മിലുള്ള ബന്ധം എന്താണ്? പുരാതന കാലത്തെ 5 ദ്വീപുകളിലെ വീരനായ കങ്കുവയും ഫ്രാൻസിസും തമ്മിൽ എന്ത് എന്നതിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. ആക്ഷൻ ചിത്രങ്ങൾ എടുക്കുന്നതിൽ എന്നും തന്നെ കഴിവ് തെളിയിച്ച സംവിധായകനാണ് സിരുത്തെ ശിവ. അതിനൊപ്പം തന്നെ വൈകാരികമായ ഒരു കണക്ഷൻ കഥയിലേക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തിരക്കഥയാണ് ശിവയുടെ ചിത്രങ്ങളിലെ പ്രത്യേകതയും. അത്തരത്തിൽ ഒരു ബന്ധവും അതിൽ നൽകപ്പെടുന്ന വാക്ക് കാക്കാനുള്ള കങ്കുവയുടെയും പിന്നീട് ഒരു ജന്മത്തിൽ ഫ്രാൻസിസും നടത്തുന്ന ആക്ഷൻ റൈഡാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയാം. തിരക്കഥയിലെ ഈ വൈകാരിക തലം എത്രത്തോളം വർക്കായിട്ടുണ്ടെന്നത് സംശയത്തിൽ തന്നെയാണ്. വളരെ വേഗത്തിൽ പോകുന്ന കഥ പറച്ചിൽ രീതിയാണ് സംവിധായകൻ ചിത്രത്തിൽ അവലംബിച്ചിരിക്കുന്നത്. കൂടാതെ ശിവയുടെ മുൻ ചിത്രം വിവേകത്തിന്റെ പേസ് പലയിടത്തും തോന്നുന്നുമുണ്ട്. കഥാസന്ദർഭങ്ങളിൽ നിന്നും അതിവേഗം അടുത്ത മുഹൂർത്തത്തിലേക്ക് സംവിധായകൻ പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ്. അതേസമയം ചിത്രം ഒരു ആക്ഷൻ പടമായി തന്നെ രൂപപ്പെടുത്തിയതാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിനാൽ തന്നെ ആദ്യം മുതൽ ആക്ഷൻ ഒരു പഞ്ഞവുമില്ലെന്ന് തന്നെ പറയാം. അത്രയും ക്വാളിറ്റിയിൽ സംഘടന രംഗങ്ങൾ ശിവ ഒരുക്കിയിട്ടുണ്ട്. ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഫോറസ്റ്റ് ഫൈറ്റും കടൽ സീനുകളും എല്ലാം ഗംഭീര ദൃശ്യാനുഭവം നൽകുന്നു. അതേസമയം സൂര്യ ഒറ്റയ്ക്ക് ചിത്രത്തെ, അതായത് സൂര്യയുടെ വൺ മാൻ ഷോ തന്നെയാണ് ചിത്രം എന്ന് പറയാം. സഹതാരമായി വലിയൊരു നിരയുണ്ടെങ്കിലും സ്ക്രീൻ ടൈമിന്റെ ഏറിയ പങ്കും സൂര്യ നിറഞ്ഞു നിൽക്കുകയാണ്. ഫ്രാൻസിസ് എന്ന സ്റ്റൈലിഷ് ക്യാരക്ടറിനപ്പുറം കൂടുതൽ വൈൽഡും റോയുമായ കങ്കുവ എന്ന റോളിലാണ് സൂര്യ ഗംഭീരമായി തിളങ്ങിയിരിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളിൽ അസാധ്യമായ കൈയടക്കമാണ് സൂര്യ പുറത്തെടുത്തിരിക്കുന്നതും. കരിയറിലെ തന്നെ സൂര്യയുടെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ പടമായിരിക്കും കങ്കുവ എന്നതിൽ സംശയമില്ല. കൂടാതെ വെട്രി പളനിസ്വാമിയുടെ ക്യാമറ കാഴ്ചകൾ ശരിക്കും മനോഹരമാണ്. 5 ദ്വീപുകൾ എന്ന സാങ്കല്പിക പ്രദേശത്തെ ശരിക്കും സാധ്യമാക്കിയതിൽ അത് വലിയൊരു ഘടകമാണ്. അതേസമയം സംവിധായകന് വേഗതയേറിയ ആഹ്വാനം സാധ്യമാക്കിയതിൽ അന്തരിച്ച എഡിറ്റർ നിഷാദ് യൂസഫിന്റെ പങ്ക് എന്താണെന്ന് ചിത്രം കണ്ടാൽ മനസ്സിലാകും. കങ്കുവയുടെ ആക്ഷൻ സീനുകളെ പല ഘട്ടത്തിലും എലിവേറ്റ് ചെയ്യുന്നത് ദേവി ശ്രീ പ്രസാദിന്റെ പശ്ചാത്തല സംഗീതമാണ്. കങ്കുവാദിന്റെ 1ാം ഭാഗമാണ് ഇപ്പോൾ പ്രേക്ഷകന് മുൻപിൽ എത്തിച്ചിരിക്കുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് ശക്തമായ ലീഡിട്ടാണ് ചിത്രം അവസാനിക്കുന്നതും. പ്രേക്ഷകന് താല്പര്യമുണ്ടാക്കുന്ന ഘടകങ്ങൾ ഏറെയുണ്ട് കങ്കുവയിൽ. എന്നാൽ പ്രേക്ഷകനെ സ്പർശിക്കുന്ന രീതിയിൽ അവയെ ചിട്ടപ്പെടുത്താൻ സാധിച്ചോ എന്ന കാര്യത്തിൽ സംശയമാണ്. എങ്കിലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും ഒരു സൂര്യ ഷോ എന്ന നിലയിലും കങ്കുവ ശ്രദ്ധേയമാണ്. അതേസമയം തന്നെ പ്രേക്ഷകർ ആഗ്രഹിച്ച ക്യാമിയോയും ചിത്രത്തെ അവസാനം പ്രതീക്ഷിച്ച ഹൈപ്പിൽ എത്തുന്നുണ്ടെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.